ചേച്ചിയും കൂടി ഞാനും ചേച്ചിയും കൂടിയും കടക്കുമായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ ടെഡി ബിയറിനെ എപ്പോഴും അടുത്ത് കിടത്തണം. അപ്പൊ ചേച്ചിക്കും കടത്തണം. അപ്പൊ എന്റെ ടെഡി ബിയർ ഞാന് താഴെ വെച്ചിട്ട് ചേച്ചിയുടെ ടെഡി ബിയർ കെട്ടിപ്പിടിച്ച് കിടന്നു. കൊള്ളാം കൊള്ളാം കൊള്ളാം. താങ്ക് യു. ശാന്തി. ഇനി ആരാ ഉള്ളേ? ആരാ ഉള്ളേ? ഇന്നലെ പവർ യൂസ് ചെയ്ത മക്കള് വേറെ ആരും ഇല്ലേ? ശ്രേയയോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും. ഏത് പവറാ യൂസ് ചെയ്തേ? എങ്ങനെ ജഡ്ജ് ചെയ്തു? ഇന്നലെ അമ്മ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ അതിലേക്ക് ഒരു അഭിപ്രായം പറഞ്ഞു. പക്ഷെ എനിക്ക് ഒരു ഉറപ്പുള്ള ഒരു അഭിപ്രായം ആയിരുന്നില്ല. അപ്പൊ ഞാൻ സ്വന്തമായിട്ടൊരു തീരുമാനിച്ചിട്ട് അത് പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്, നല്ല കുട്ടി. ഇനി ആരും ഉപയോഗിച്ചിട്ടില്ല എന്നല്ല ഒരു പവറും? ശ്രാവൺ പറയൂ, അൺമ്യൂട്ട് ചെയ്യൂ. Power to adjust. How you used? ഇന്നലെ രാത്രി എല്ലാവരും ഇന്നലെ രാത്രിയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അഞ്ജു, ഇന്നലെ രാത്രി അച്ഛൻ എപ്പോഴും ക്രിക്കറ്റിന്റെ കാണുമായിരുന്നു. എനിക്ക് രാത്രി കൊച്ചു ടി വി കാണുന്നുണ്ട്. ഞാൻ കൊച്ചു ടി വി കണ്ട സമയത്ത് അച്ഛൻ വന്നപ്പോ ഞാന് കൊച്ചു ടി വി മാറ്റിയിട്ട് ക്രിക്കറ്റിന്റെ ഇതിട്ട് കൊടുത്തു. വണ്ടർഫുൾ വണ്ടർഫുൾ വണ്ടർഫുൾ, കൊള്ളാം. താങ്ക് യു. പിന്നെ വേറെ ആരും ചെയ്തില്ല? ഗോപ്, അൺമ്യൂട്ട് ചെയ്യൂ. ഞാൻ പെരക്കാനെല്ലാം വൃത്തിയാക്കി. ഓഹോ, പിന്നെ അതൊരു കോപ്പറേഷൻ അല്ലേ ചെയ്തത്? അതാണ് പവർ ടു കോപ്പറേറ്റ്. സഹകരണം. വീട്ടില് ചെയ്യേണ്ടത് എന്താണോ അവിടെ സഹയോഗം കൊടുത്തു, ഹെൽപ്പ് കൊടുത്തു. ഓക്കെ, നല്ല കാര്യം കുട്ടാ, കൺഗ്രാറ്റ്സ്. അടുത്തതാരാ ഉള്ളേ? കഴിഞ്ഞു? അഭിനവ് ഇന്നലെ ഉണ്ടായിരുന്നോ ക്ലാസ്സില്? ഇല്ല. ഓക്കെ, അപ്പോ ഇന്നലെ നമ്മള് 8 പവേഴ്സ്. നിരഞ്ജൻ ഉണ്ടായിരുന്നു ഇന്നലെ? അൺമ്യൂട്ട് ചെയ്യോ, കേൾക്കുന്നില്ല. ഞാനിത് ആദ്യമായിട്ടാണ് പങ്കെടുത്തിന്. അതുകൊണ്ട് ഞാൻ മുമ്പേ പങ്കെടുത്തിന്, പക്ഷെ എനിക്കൊന്നും മനസ്സിലാവില്ല. ഓ, ഇന്നലെയാണോ ഫസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തത്? ഓക്കെ, കുറച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും നമ്മളുടെ ഇനിയുള്ള സെഷൻ, പുതിയ സെഷൻ ഉണ്ടാവും ജൂൺ മാസം മുതൽ. അപ്പൊ അതിൽ ആദ്യം മുതൽ അറ്റൻഡ് ചെയ്യാം. അപ്പൊ ആ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ആക്കാം നിരഞ്ജനെ. അപ്പൊ മനസ്സിലാവും. പിന്നെ ആരാ? ദേവിശ്രീ. സിസ്റ്റർ, ഇന്നലെ വൈകിട്ട് വിളക്ക് തേച്ചു, പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അപ്പൊ അമ്മയോട് കോപ്പറേറ്റ് ചെയ്തു, അമ്മയുടെ ഡ്യൂട്ടി ഏറ്റെടുത്ത്. ഓക്കെ, ഇപ്പൊ ടച്ചിലായിട്ടുള്ള മക്കള് വീട്ടിലുള്ളത് കൊണ്ട് അമ്മമാർക്കും ഒരു കുഴപ്പം ഉണ്ടാവില്ല, അച്ഛന്മാർക്കും അല്ലേ? നല്ല കുട്ടികള്. എനിവേ, എല്ലാ മക്കൾക്കും കൺഗ്രാറ്റുലേഷൻ. ചെയ്ത കുട്ടികൾക്കും ഇനി ചെയ്യാൻ പോകുന്ന മക്കൾക്കും. ഓക്കെ, ഏസ്ലിൻ ഉണ്ടായിരുന്നില്ല അല്ലെ ഇന്നലെ ക്ലാസ്സില്? ഓക്കെ, ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ പഠിക്കുന്ന മെഡിറ്റേഷൻ ഇല്ലേ, ഇപ്പൊ പഠിക്കുന്നത്, ഈ മെഡിറ്റേഷനെ രാജയോഗ മെഡിറ്റേഷൻ എന്നാണ് പറയുക. എന്താ പറയുക? രാജയോഗ മെഡിറ്റേഷൻ. രാജയോഗ മെഡിറ്റേഷൻ. വാട്ട് ഇസ് മീൻ ബൈ രാജയോഗ? ആര് പറയും? ആര് പറയും? നമ്മൾ പഠിക്കുന്നത് രാജയോഗ
മെഡിറ്റേഷൻ. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. വാട്ട് ഈസ് ബൈ രാജയോഗ? ആര് പറയും? രാജ എന്ന് പറഞ്ഞാൽ ആരാണ്? രാജ. പറയൂ. രാജാവ്. രാജാവ് പറഞ്ഞാൽ ആരാ? ഹൂ ഈസ് ദ കിങ്? ആരെ നമ്മള് രാജാവ് പറയുക? ആ നാട്ടിലെ കിങ്, ആ സ്ഥലത്തെ കിങ്. ഓക്കെ, പക്ഷെ ഒരു കിങ് എന്ന് പറഞ്ഞാൽ ആരാണ്? എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം ഒരു കിങ്ങിന്? ശ്രദ്ധ. രാജ്യത്തെ രാജാവ് എന്തു ചെയ്യുന്ന പറയാ? രാജാവ് എന്താ ചെയ്യ രാജ്യത്തെ? ഭടന്മാരോട് കാര്യങ്ങൾ പറഞ്ഞ് എങ്ങനെ അടിക്കണം, ഇടിക്കണം എല്ലാം പറഞ്ഞു കൊടുക്കും. ഓക്കെ കുട്ടാ, അത് മ്യൂട്ട് ചെയ്തോളൂ ട്ടാ. ശിവാംഗി എന്താ പറയൂ? ഹൂ ഇസ് ദ കിങ്? റൂളിംഗ് ദ കൺട്രി. യെസ്, അതാണ് പോയിന്റ്. റൂളിംഗ് ദ കൺട്രി, ഭരിക്കുന്ന ആള്, അതാണ് രാജാവ്. ഭരണം. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രാജയോഗ മെഡിറ്റേഷൻ ആണ്. അപ്പൊ രാജ മീൻസ് എന്താ? എന്താ രാജ? മാം, എനിക്ക് അറിയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. Raja is the supreme yoga through which the soul becomes the matter of all its sense, organ, mind, intellect by simple remembering its original nature and its relationship with the supreme soul is Raja Yoga. Yes, അത് തന്നെയാണ് രാജയോഗം. ഈ പറഞ്ഞതിനെ നിങ്ങളുടെ കൂട്ടുകാർ കൊച്ചു കുട്ടികളല്ലേ നിങ്ങളൊക്കെ? അപ്പൊ നിങ്ങളുടെ ലെവലിലേക്ക് മലയാളത്തിലേക്ക് ആര് പറഞ്ഞു കൊടുക്കും ഇപ്പൊ തന്നെ? ഈ പറഞ്ഞ സംഭവത്തെ ഒന്നുകൂടി സിംപ്ലിഫൈഡ് ആയിട്ട് നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ പറഞ്ഞ കാര്യത്തെ മലയാളത്തില് ആര് പറയും? നോക്കൂ മക്കളെ. ഓക്കെ, ദേവിശ്രീ പറയും. നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ സോൾ ആണെന്ന് തിരിച്ചറിയുക, പിന്നെ പരമാത്മാവിനെ മനസ്സിലാക്കുക, നമ്മളും പരമാത്മാവും തമ്മിലുള്ള കണക്ഷൻ, അത് ഇമാജിനേഷൻ പവർ യൂസ് ചെയ്തിട്ടുള്ള ജേർണിയാണ് രാജയോഗ മെഡിറ്റേഷൻ. യെസ്, കറക്റ്റ്, അതാണ്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പൊ നോക്കൂ, രാജയോഗ ഇതിൽ എഴുതിയിട്ടില്ലേ? ഇതില് രാജ മീൻസ് കിങ് എന്നുള്ളതാണ്. രാജ എന്ന് പറഞ്ഞാൽ കിങ്, റൂളർ. നമ്മൾ എന്തിനെയൊക്കെ യൂസ് ചെയ്തിട്ടാ റൂൾ ചെയ്യുക? 3 ശക്തികളെ കുറിച്ച് പഠിച്ചിരുന്നു. സോൾ എന്ന് പറയുന്ന ടോപ്പിക്കില് 3 കാര്യങ്ങളാ പറഞ്ഞിരുന്നത്. ഏതൊക്കെയാ? ഒന്ന് മൈൻഡ്, മനസ്സ്. രണ്ടാമത്തേത് പഠിച്ചത് ഇന്റലക്ട്. മൂന്നാമത്തേത് പഠിച്ചത് റിസോൾവ്സ്. ഈ 3 ശക്തികളെ ഉപയോഗിച്ചുകൊണ്ടാണ് രാജാവ് രാജ്യം ഭരിക്കണേ. ഓക്കെ, പഠിച്ചത് ഓർമ്മയുണ്ടോ? 3 സബ്റ്റിൽ പവേഴ്സ് ഓഫ് ദി സോൾ. ആത്മാവിലുള്ള 3 ശക്തികളാണ് മനസ്സ്, ബുദ്ധി, സംസ്കാരം. ഈ 3 സംഭവങ്ങളെ യൂസ് ചെയ്തിട്ടാണ് രാജാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വി ആർ റൂളിംഗ് അവർ സെൽഫ്സ്. കണ്ണിനെ നമുക്ക് എന്താ പറയാ? ദിസ് ഇസ് റൈറ്റ്, ദിസ് ഇസ് റോങ് എന്നറിയാം. അപ്പൊ റൈറ്റിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുപോകണം. വി ഹാവ് ടു റൂൾ. ഭരിക്കണം. ഓരോ ഇന്ദ്രിയങ്ങളെയും നമുക്ക് ഭരിക്കാൻ പറ്റണം. നല്ലതിലേക്ക് കണ്ണ് പോകാവൂ, നല്ലതിലേക്ക് നല്ല ശബ്ദങ്ങളെ പറയാവൂ, നല്ല കർമ്മങ്ങളെ ചെയ്യാവൂ. അപ്പൊ അതിലേക്കെല്ലാം പോണെങ്കിൽ നമ്മൾ ആരായിട്ട് മാറണം? റൂളറായിട്ട് മാറണം. റൂളറിനെ കുറിച്ച് നമ്മൾ എന്താ പഠിച്ചേ? ഹ്യൂമൻ ബോഡി, നമ്മളുടെ ശരീരത്തെ കുറിച്ച് നമ്മൾ പഠിച്ചത് ഇത് 5 എലമെന്റ്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. 5 എലമെന്റ്സ്: ആകാശം, ഭൂമി, അഗ്നി, വായു, ജലം. 5 കൊണ്ട് ഉണ്ടാക്കിയതാ. അപ്പൊ ഈ എലമെന്റ്സിൽ ചേഞ്ച് വരും എന്നാ പറയുന്നത്. മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇത്ര തത്വത്തില്. പ്രകൃതിയില് ചേഞ്ച് വരുന്നത് പോലെ ഹ്യൂമൻ ബോഡിയും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. കുട്ടി മുതൽ നമ്മൾ ആ വയസ്സാവുന്നത് വരെയുള്ള നോക്കൂ, ചേഞ്ച് ആവും. പക്ഷെ ഈ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന രൂപത്തിന്റെ ഉള്ളിൽ ആരുണ്ട്? സോൾ. അതാണ് ബിറ്റ്വീൻ ദ 2 ഐബ്രോസ്, ഇരുപുരികങ്ങൾക്ക് നടുവിലായി
മസ്തിഷ്കത്തിനുള്ളിൽ, ബ്രെയിനിന്റെ ഉള്ളിൽ ആരുണ്ട്? സോൾ. സോളിന്റെ 7 ഗുണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? 7 വിശേഷതകള് ഓർമ്മയുണ്ടോ? 7 ഗുണങ്ങൾ ആത്മാവിലെ, 7 attributes of the soul. ഏതൊക്കെയാ പഠിച്ചേ? ഒന്നാമത്തേതാണ് നോളേജ്, ജ്ഞാനം, സത്യത. അതാണ് നോളേജ്, ഫുൾ സോൾ ആണ് ഒന്ന്. രണ്ടാമത്തേത് ജ്ഞാനം വരുമ്പോ, സത്യത വരുമ്പോ ആത്മാവിൽ വരുന്ന നെക്സ്റ്റ് ഗുണമാണ് പ്യൂരിറ്റി, ശുദ്ധി, പവിത്രത. അത് കഴിയുമ്പോ, ജ്ഞാനം വന്നു കഴിയുമ്പോ മൂന്നാമത്തെ ഗുണമാണ് പീസ്, ശാന്തി. കഴിയുമ്പോ സ്നേഹം, സ്നേഹം കഴിഞ്ഞാൽ എന്താ? ജോയ്, ബ്ലിസ്, and the last one power. ഈ സംഭവമാണ് ആത്മാവ്. സോളിലുള്ള വാല്യൂസ് ആണിത്. 7 ഗുണങ്ങളാണ് ആത്മാവിലെ. അപ്പോ രാജാവ് എങ്ങനെ രാജ്യം ഭരിക്കാൻ പാടുള്ളൂ? രാജാവിന് നോളേജ്ഫുൾ ആയിരിക്കണം, വിവേകശാലി രാജാവായിരിക്കണം, ബുദ്ധിശാലി ആയിരിക്കണം. ഡിവൈൻ ഇന്റലക്ട് രാജാവിന് വേണം, ദിവ്യ ബുദ്ധി നമുക്ക് ഓരോരുത്തർക്കും വേണം. രണ്ടാമത്തേത് എല്ലാ കാര്യങ്ങളെയും ശുദ്ധമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന രാജാവായിരിക്കണം, പ്യൂരിറ്റി ഉള്ള രാജാവായിരിക്കണം. നമ്മുടെ തോട്ട്സിൽ പ്യൂരിറ്റി വേണം, വേർഡ്സിൽ പ്യൂരിറ്റി വേണം, നമ്മൾ ചെയ്യുന്ന ആക്ഷനിൽ പ്യൂരിറ്റി വേണം, നമ്മുടെ ഡ്രസ്സിങ്ങിൽ പ്യൂരിറ്റി വേണം, നമ്മുടെ ഭക്ഷണ രീതിയിൽ പ്യൂരിറ്റി വേണം, നമ്മളുടെ പഠിക്കുന്ന ടേബിൾ, നമ്മൾ കിടക്കുന്ന ബെഡ് എല്ലാം വൃത്തിയായിരിക്കണം. ശരീരവും ശുദ്ധമായിരിക്കുക, മനസ്സും ശുദ്ധമാക്കി വെക്കുക. മൂന്നാമത്തേത് പീസ്ഫുൾ രാജാവായിരിക്കണം, ദേഷ്യക്കാരൻ രാജാവല്ല, വറീഡ് രാജാവല്ല, ഡിസ്റ്റർബ്ഡ് രാജാവല്ല. എങ്ങനെയുള്ള രാജാവ്? പീസ്ഫുൾ രാജാവ്. ശാന്തമായിരിക്കുന്ന രാജാവാണ് ഞാൻ, ശാന്തമായ റൂളർ, പീസ്ഫുൾ റൂളർ. അത് കഴിയുമ്പോ നെക്സ്റ്റ് ആണ് നമ്മൾ ലവ്ഫുൾ റൂളർ ആയിരിക്കണം, സ്നേഹിയായിരിക്കണം നമ്മൾ എപ്പോഴും. നെക്സ്റ്റ് വൺ ജോയ്. മൂഡ് ഓഫ് ആകരുത്, വിഷമിക്കരുത്, നിരാശ പാടില്ല. വി ഷുഡ് ബി ജോയ്ഫുൾ. ജോയ്. നെക്സ്റ്റ് വൺ ബ്ലിസ്. നിങ്ങൾ കുട്ടികള് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, സാറ്റിസ്ഫൈഡ്, സംതൃപ്തരായ മക്കളായിരിക്കണം, സാറ്റിസ്ഫൈഡ് കുട്ടികള്. ആൻഡ് ദ ലാസ്റ്റ് വൺ പവർഫുൾ കുട്ടികളായിരിക്കണം, ശക്തിശാലി രാജാവായിട്ടിരിക്കുക. ഇങ്ങോട്ട് നോക്കരുത് പറഞ്ഞ അത്രയും പവർ വേണം, പിന്നെ അങ്ങോട്ട് പോകരുത് കണ്ണ്. അത്രയൊക്കെ ശക്തി ഉണ്ടോ? അത്രയൊക്കെ ശക്തി ഉണ്ടോ? നമുക്ക് നമ്മളെ 100% റൂൾ ചെയ്യാൻ പറ്റണം. എത്ര കുട്ടികൾക്ക് പറ്റും നോക്കട്ടെ? എത്ര കുട്ടികൾ റെഡിയാണ് സ്വയത്തെ റൂൾ ചെയ്യാൻ? ഐ ക്യാൻ റൂൾ മൈ സെൽഫ് എന്ന് പറയുന്ന കുട്ടികൾ എത്ര പേരുണ്ട്? ഷുവർ? ഇനി ഒരു മിസ്റ്റേക്ക് നമ്മുടെ അടുത്തുനിന്ന് വരില്ല, നമ്മൾ ഒരു തെറ്റും ചെയ്യില്ല, ഉറപ്പ്? ചെറുതായിട്ട് പോലും അത്രയ്ക്കും റൂളിംഗ് പവർ ഉണ്ടോ നമുക്ക്? മനസ്സാ വാച കർമ്മണോ ഒരു മിസ്റ്റേക്ക് നമ്മുടെ അടുത്ത് വരാതിരിക്കുന്ന ലെവലില് സ്ട്രോങ് ആണോ നമ്മള്? ആണോ? ഓക്കെ. ഇതില് ആക്ച്വലി ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് 16 സെലഷ്യൽ ക്വാളിറ്റീസ്. എന്താണ് 16 സെലഷ്യൽ ക്വാളിറ്റീസ്? ആർക്ക് പറയാൻ പറ്റും? ഏകദേശം ഒരു ഐഡിയ. സിസ്റ്റർ ഒരു 3 മിനിറ്റ് സമയം തരാം. ഓക്കെ, 3 മിനിറ്റ് സമയം. ഇപ്പൊ 21 10:21. ഒരു 3 മിനിറ്റ്സിന്റെ ഉള്ളില് നിങ്ങൾ വേഗം എഴുതും. എന്തെഴുതണം? കലകള്, ആർട്ട്. ആർട്ട് ജീവിക്കാൻ മീൻസ് നമുക്ക് ജീവിതത്തിൽ വേണ്ട ആർട്ടുകൾ എന്തൊക്കെയാണ്? കലകള്. അപ്പൊ നോക്കൂ, ഡാൻസിങ് ഒരു ആർട്ടാണ്, മ്യൂസിക് ഒരു ആർട്ടാണ്. അതേപോലെ ഡാൻസിങ്, മ്യൂസിക്, അതുപോലെ ചിത്രരചന, പെയിന്റിങ്, ഇതെല്ലാം ഒരു കലയാണ്. അങ്ങനെ ജീവിതത്തിൽ എന്തൊക്കെ കലകൾ വേണം നമുക്ക്? ആർട്ട്.
ഒന്ന് ചിന്തിച്ചിട്ട് എഴുതൂ വേഗം 3 മിനിറ്റില്. ആർട്ട്, കലകൾ. ഏതൊക്കെ കലകൾ വേണം? എല്ലാവരും നോട്ട്ബുക്ക് എടുക്കൂ, പെന്നെടുക്കൂ, വേഗം എഴുതൂ. 3 മിനിറ്റില് നോട്ട് ചെയ്ത് നോക്കൂ. ഏതൊക്കെ കലകൾ ജീവിതത്തിൽ വേണം? നല്ലൊരു കുട്ടിയായിട്ട് ജീവിക്കാൻ, നന്നായിട്ട് ജീവിക്കാൻ എന്തൊക്കെ ആർട്ട് ലൈഫിൽ വേണം? മുതിർന്നവര് പറയുമ്പോ അനുസരിക്കണം, അങ്ങനെയുള്ളതൊക്കെ ഓരോ കലയാണ്. അത് നോട്ട് ചെയ്യൂ. കലകള്, ഏതൊക്കെ ആർട്ട് വേണം, ഏതൊക്കെ കലകൾ വേണം? വേഗം നോട്ട് ചെയ്യൂ. 3 minutes, 10:25 ഉള്ളില്. ശ്രേയക്കുട്ടി എഴുതൂ എല്ലാവരും. സ്നേഹ, ശ്രേയ. ന്റെ ഉള്ളില് ഓരോന്നോരോന്ന് സിമ്പിൾ ആയിട്ട് എഴുതുകയല്ല, പ്രാക്ടിക്കൽ ആയിട്ട് എഴുതൂ. ഏതൊക്കെ കലകളാണ് വേണ്ടത് ആർട്ട് ജീവിതത്തില്? മറ്റുള്ളവരെ ഫ്രണ്ടാക്കി മാറ്റുന്നത് ഒരു കലയാണ്. അങ്ങനെ എന്തൊക്കെ കലകൾ വേണം ലൈഫിൽ? അനുസരിക്കുന്ന കല, എല്ലാം ഓരോ കലകളാണ്. അങ്ങനെ ഏതൊക്കെ കല വേണം? ആർട്ട്. നോക്കട്ടെ ആരാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുകയാണ്. ഓൺലൈൻ കോമ്പറ്റീഷനിൽ ആരാണ് കൂടുതൽ മാർക്ക് വാങ്ങിക്കുകയാണ്? ഇനി 3 മിനിറ്റ് കൂടി ഉണ്ട്. വേഗം എഴുതിക്കോളൂ. എവിടുന്നും നോക്കരുത്, നോട്ട് ചെയ്യരുത്. എവിടുന്നും എടുത്തിട്ട് അവരവരുടെ മനസ്സിൽ നിന്ന് എടുത്തിട്ട് എഴുതുക. ബി ട്രൂത്ത്ഫുൾ. കഴിഞ്ഞു? ഫിനിഷ്ഡ്. ടൈം ഇസ് ഓവർ. ടൈം ഈസ് ഓവർ. ഓക്കെ ഓക്കെ. ആര് പറയും? തനീമ എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞു? എഴുതിയത് പറയൂ. സഹായിക്കാം, ആ, അനുസരിക്കാം, പിന്നെ അവരെല്ലാം ഫ്രണ്ടാക്കാം. ഇത്രേ കിട്ടിയുള്ളൂ. ഓക്കെ. ഇനി അടുത്തതാരാ? ഹരി. ആർട്ട് എഴുതിയോ ഹരി? I have written only 2 arts, arts of friendship and ma'am, art of always being happy. Yes. പിന്നെ പറയൂ. സഹായിക്കുക, അനുസരിക്കുക, ഡ്രോയിങ് ചെയ്യുക, ഡാൻസിങ്, കുക്കിംഗ്, അമ്മമാരെ സഹായിക്കുക, കൃഷി ചെയ്യുക. ഓക്കെ, താങ്ക് യു. കൃഷ്ണേഷ് എവിടെ? ആർട്ട് പറയൂ. ഞാൻ എഴുതിയത് പറയാം. എഴുതിയത് പറയൂ. ബി റെസ്പെക്ട്ഫുൾ. ഓ. ബി ഒബീഡിയന്റ്. Help others. Be very kind. Be friendly. Give happiness. Feel gratitude. Wow. കൊള്ളാലോ.
താങ്ക് യു. പിന്നെ ആരാ? പറയൂ. ഡാൻസ്, മ്യൂസിക്, നോളജ്ഫുൾ, ഫ്രണ്ട്സിനെ, നല്ല ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കുക, വേറെ ഒരാളിൽ നിന്ന് നമ്മൾ ചീത്ത കേൾക്കാതിരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, പ്ലാന്റ്സ് നടുക, കുക്കിംഗ് ചെയ്യുക, സഹായിക്കുക, ഗിറ്റാർ വായിക്കുക, വയലിൻ പഠിക്കുക, പിന്നെ ഹാപ്പി മൂഡായിരിക്കുക. ഗുഡ് ഗുഡ്. പിന്നെ ആരാളെ? ഏസ്ലിൻ കുട്ടിയെ കണ്ടുവല്ലോ, എവിടെ പോയി ഏസ്ലിൻ? പറയൂ, അൺമ്യൂട്ട് ചെയ്യൂ. Love towards others, peace, to protect ourselves. Our mind has to be pure to make new friends. Yes, കൊള്ളാലോ. പിന്നെ ആരാളെ? ഐശ്വര്യ, അൺമ്യൂട്ട് ചെയ്യൂ. ഐശ്വര്യ, പറയൂ. ക്ഷമിക്കുക, അനുസരിക്കുക, ഓക്കെ. പിന്നെ എല്ലാവരും സ്നേഹിക്കുക, നല്ല ഫ്രണ്ട്സിനെ എല്ലാം കണ്ടെത്തുക, യെസ്. പിന്നെ സത്യസന്ധമായിരിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. യെസ്, ഗുഡ്. അനന്യ കുട്ടി, അൺമ്യൂട്ട് ചെയ്യൂ. അനന്യ, യെസ്, പറയൂ. എഴുതിയോ അനന്യ? അനന്യ എവിടെ പോയി? അനന്യ അപ്രത്യക്ഷമായോ പെട്ടെന്ന്? അനന്യെ കാണാനില്ലല്ലോ. പോയി. ഗോപ്, അൺമ്യൂട്ട് ചെയ്തോളൂ. അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കണം. ഓക്കെ. അച്ഛനോടും അമ്മയോടും വഴക്ക് കൂടരുത്. മുതിർന്നവര് പറയുന്നത് കേൾക്കണം. കേൾക്കണം. പിന്നെ ഒന്നും കൂടി ആഡ് ചെയ്യണം, അനുസരിക്കണം. കേൾക്കണം, അനുസരിക്കണം. പിന്നെ അമ്മയെ സഹായിക്കണം. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തോന്നുന്നല്ലോ ഗോപിന്. ഓക്കെ. പിന്നെ അനുഷ്ക കുട്ടി അൺമ്യൂട്ട് ചെയ്യൂ. കണ്ടിട്ട് ഇന്നലെ ഒന്നും കണ്ടില്ല. അനുഷ്ക എവിടെ പോയി? അനുഷ്ക, ഇനി ആരാ ഉള്ളേ? ഇനി ആരാ പറയാനുള്ളേ? അർജുൻ. Ma'am, mind of purity, self-discipline, friends, good family, be respectful, be kind, happiness, knowledgeful, farm, helpful, loveful. Yes. മക്കളെ, നിങ്ങൾ കുറെയൊക്കെ ഇതില് പോസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞു. പക്ഷേ നമുക്ക് ക്രിസ്പി ആയിട്ട് 16 കലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 16 കലകൾ നമ്മൾ രാജയോഗത്തിൽ പഠിക്കാറുള്ള 16 കലകൾ. ഓക്കെ. ഓക്കെ. എസ്ലിൻ ഇത് എഴുതിയെടുത്തോളൂ കേട്ടോ. 16 സെലഷ്യൽ ക്വാളിറ്റീസ്, ജീവിതത്തിലെ 16 കലകൾ. ഹരി, നിങ്ങൾക്കൊക്കെ ഇത് നോട്ട് ചെയ്യാം. 16 കലകൾ. മക്കളെ, 10:30 ആയി. എല്ലാവരും 1 മിനിറ്റ് അലേർട്ട് ആയിട്ടിരിക്കൂ. ഇത് മെഡിറ്റേഷൻ ടൈമാണ്. ജസ്റ്റ് നമുക്ക് 1 മിനിറ്റ് സൈലന്റ് ആയിട്ടിരിക്കുക. 1 മിനിറ്റ് പീസ്ഫുൾ ആയിട്ടിരിക്കൂ. എന്നിട്ട് ജസ്റ്റ് പരമാത്മാവിനെ മനസ്സിൽ കാണൂ. നിങ്ങൾ ആ പോയിന്റ് ഓഫ് ലൈറ്റ്, ഈശ്വരനെ ഒന്ന് മനസ്സിൽ കാണൂ.
എന്നിട്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സുകൊണ്ട് നിങ്ങൾ ശാന്തി കൊടുക്കും. എല്ലാവരും ശാന്തരായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കൂ എല്ലാവരും. എല്ലാവരും കണ്ണടച്ചിരിക്കും, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. ഈ മ്യൂസിക് കേട്ടിട്ട് മെഡിറ്റേറ്റ് ചെയ്യും. ഇത് നോക്കിക്കൊണ്ടിരിക്കരുത്, മെഡിറ്റേറ്റ് ചെയ്യൂ. शांति शांत शांत तन शांत रहे वातावरण। शांति जीवन शांति जल थल शांति पृथ्वी शांति सृष्टि शांति शांति जब हो शांति की अभिलाषा आनंद प्रेम है एक ही भाषा। क्रोध मोह अहंकार जो छोड़े ध्यान योग से नाता जोड़े। शांति कोई मंत्र नहीं है, शांति कोई जंतर नहीं है। शांति मेरा मन मंदिर है, शांति मेरा ही अंतर है, ही अंतर है। शांति शांति शांति।
വളരെ നല്ലൊരു ആക്ട് നമ്മൾ ഇന്ന് ചെയ്തു. എന്താണ്? ട്രാഫിക് കൺട്രോളിൽ ഒരു ട്രാഫിക് ചെയ്തു. ട്രാഫിക് കൺട്രോളിലെ ജയ സിസ്റ്റർ എടുത്ത പറഞ്ഞു തന്ന ടൈമിംഗ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ട്രാഫിക് കൺട്രോൾ ടൈമിങ്സ് അതില് 10:30 ഉണ്ട്. 10:30യുടെ മെഡിറ്റേഷൻ അതാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇതേപോലെ ഓരോ ടൈമിങ്സും ചെയ്യണം. 12 മണിക്കുണ്ട്, വൈകിട്ട് 5:30-ക്കുണ്ട്, 7:30-ക്കുണ്ട്, 9:30-ക്കുണ്ട്. അപ്പോ പഠിക്കുന്ന സമയത്ത് ക്ലോക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ, ചെറിയ ടേബിൾ വാച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നോക്കുക. ആ ടൈമിങ്സ് ആവുമ്പോൾ ചെയ്യുക. ഇതേപോലെ 1 മിനിറ്റ് ഇരിക്കുക, ഏതെങ്കിലും ഒരു ഗുണം ചൂസ് ചെയ്യുക, എന്നിട്ട് യു ഹാവ് ടു റീഡ് ഇറ്റ്. ചെയ്യൂ. ഓക്കെ മക്കളെ, നോട്ട് ചെയ്യൂ എല്ലാവരും. ഒന്നാമത്തെ കല, ജീവിതത്തിൽ വേണ്ട ആദ്യത്തെ കല, സർവരെയും മിത്രമാക്കാനുള്ള കല, എല്ലാവരെയും കൂട്ടുകാരാക്കാനുള്ള കല. നമ്മൾ രാജയോഗത്തിൽ പഠിക്കാറുള്ള 16 കലകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തത് കൂട്ടുകാരെ, മിത്രങ്ങളെ ഉണ്ടാക്കുന്ന കല. വാട്ട് ഈസ് മേക്കിംഗ് ഫ്രണ്ട്സ്? എന്താ മിത്രങ്ങളെ ഉണ്ടാക്കുക? എല്ലാവർക്കും സാധിക്കൂ? എല്ലാവരെയും ഫ്രണ്ട് ആക്കാൻ പറ്റൂ? സാധിക്കൂല്ലേ? നമുക്ക് എല്ലാവരുടെയും ഫ്രണ്ടായിട്ട് മാറാൻ പറ്റൂ? സ്കൂളിൽ പോയി വിചാരിക്കൂ, ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെയും ഫ്രണ്ടാണ് ഞാൻ എന്ന് പറയാൻ പറ്റൂ? പറ്റും. പക്ഷെ സർവരെയും ഫ്രണ്ടാക്കി മാറ്റാൻ കുറച്ച് ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എഴുതും, അത് നമുക്ക് വേണം. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് മറ്റുള്ളവരോട് ശുദ്ധമായ സ്നേഹം വേണം. എഴുതും, മറ്റുള്ളവരോട് ശുദ്ധമായ സ്നേഹം വേണം. ശുദ്ധമായ സ്നേഹം നമ്മൾ കൊടുത്താലേ മറ്റുള്ളവർ നമ്മുടെ ഫ്രണ്ടായിട്ട് മാറുള്ളൂ. ശുദ്ധമായ സ്നേഹം ഇറ്റ് മീൻസ് എന്താ പറയട്ടെ, ഒരാള് നമ്മുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഒരാള് എന്തെങ്കിലും എന്താ പറയാ, നമ്മൾ പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറക്ഷനോ എന്തെങ്കിലും നമുക്ക് തന്നാലും അതിനെ പോസിറ്റീവായിട്ട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഇസ് ഇറ്റ് പോസിബിൾ? എന്റെ ഗുഡ്നെസ്സിന് വേണ്ടിയിട്ടാണ് അവര് പറയുന്നത്, അത് മനസ്സിലാക്കിക്കൊണ്ട് അവരത് പറയുമ്പോഴും നമുക്ക് അവരെ പ്രതി എന്ത് വേണം? എന്റെ നന്മയ്ക്കാണ്, നല്ലതിനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും അവരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. ഇംഗ്ലീഷിൽ വേണം എന്നാണ് ഇപ്പൊ പറയുന്നത്. സിസ്റ്റർ ഇതിന്റെ ഒക്കെ മലയാളം തരും, എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇംഗ്ലീഷിലാക്കി തരണം. അത് ഒരാൾക്കുള്ള ഹോംവർക്ക് ആയിക്കോട്ടെ. കൃഷ്ണേഷ് ആക്കുവോ ഇംഗ്ലീഷിലേക്ക്? 16 കലകൾ മലയാളത്തിൽ കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ഒന്നാക്കി തരിക. ഓക്കെ, ഇംഗ്ലീഷിലാക്കി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് തന്നാൽ മതി. മലയാളവും ഇംഗ്ലീഷും 16 കലകളും. അപ്പൊ അതില് ഒന്നാണ് മിത്രങ്ങളെ ഉണ്ടാക്കുന്ന കല. അതിൽ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു, എല്ലാവരോടും ശുദ്ധമായ സ്നേഹം ഉണ്ടായിരിക്കണം. ശുദ്ധമായ സ്നേഹർത്ഥം എന്താ അറിയോ? എല്ലാവരെയും അവരായിട്ട് കാണാൻ പറ്റും. അപ്പോ സിസ്റ്റർ അനുഷ്കയെ നോക്കുകയാണ്. അനുഷ്കയെ നോക്കുന്ന സമയത്ത് സിസ്റ്റർ അനുഷ്കയായിട്ട് നോക്കരുത്. ഓക്കെ, അനുഷ്ക എന്നുള്ളത് കുട്ടിക്ക് ഈ ജന്മം കിട്ടിയിരിക്കുന്ന പേര്, ഈ ജന്മത്തിലുള്ള റോള് കളിക്കാൻ കിട്ടിയ പേരാണ്. അനുഷ്ക പറഞ്ഞിട്ട് ഇപ്പൊ സ്ക്രീനിൽ സിസ്റ്റർ ആരെ കാണുന്നുണ്ടോ ആ രൂപം ഈ ജന്മം കുട്ടിക്ക് കളിക്കാൻ കിട്ടിയിരിക്കുന്ന കോസ്റ്റ്യൂമാണ്. പക്ഷെ അനുഷ്ക എങ്ങനെ കാണാൻ പാടുള്ളൂ? അനുഷ്ക എങ്ങനെ കാണാൻ പാടുള്ളൂ? എങ്ങനെ കാണാൻ പാടുള്ളൂ? ഏത് ദൃഷ്ടിയിലേ കാണാൻ പാടുള്ളൂ? ഫസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചേ? ഐ ആം നോട്ട് ദിസ് ബോഡി, ഐ ആം എ സോൾ. അപ്പൊ ഏത് കൺസെപ്റ്റിലെ എല്ലാവരെയും കാണാൻ പാടുള്ളൂ? ഉള്ളുകൊണ്ട് എല്ലാവരെയും കാണുമ്പോഴും ബോധം വേണം, ഇവരാരും ചെറിയ കുട്ടികളോ വലിയവരോ ഇതൊന്നും അല്ല. ഓൾ ആർ സോൾസ്. എല്ലാവരും അവിനാശിയായ ആത്മാക്കളാണ്. എല്ലാവരും ആത്മാവാണ്. ആ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പോഴേ നമ്മുടെ സ്നേഹം എന്തായിട്ട് മാറുള്ളൂ?
ട്രൂത്ത്ഫുൾ ആയിരിക്കുള്ളൂ. സത്യമായ ശുദ്ധമായ സ്നേഹം നമ്മുടെ അടുത്തുനിന്ന് പോണെങ്കിൽ നമ്മൾ എല്ലാവരെയും ആത്മഭാവത്തിൽ കാണണം എന്നാ പറയുന്നത്. അതാണ് മിത്രം ഉണ്ടാക്കണമെങ്കിൽ പ്യോർ ലവ് നമുക്ക് വേണം. കേട്ടോ? അഞ്ചു ഇത്ര നോട്ട് ചെയ്താൽ മതി. നമുക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കണമെങ്കിൽ, മീൻസ് ഫ്രണ്ട്ഷിപ്പ് ഒരു ആർട്ടാണ്. അപ്പൊ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ആർട്ട്, ഏസ്ലിൻ കുട്ടിയും ഹരിയും നിങ്ങളെല്ലാം എഴുതുമ്പോൾ ഫസ്റ്റ് പോയിന്റ് എഴുതേണ്ടത് ഫ്രണ്ട്ഷിപ്പ് മീൻസ് ഹൗ ടു മേക്ക് എവ്രി വൺ ആസ് മൈ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് എന്താ? വി ഷുഡ് ഹാവ് പ്യോർ ലവ്. അപ്പൊ പ്യോർ ലവ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഐ ആം എ സോൾ. അതേപോലെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് വേണം. ഓൾ ആർ സോൾസ്, എല്ലാവരും ആത്മാക്കളാണ്. ആ ദൃഷ്ടികോണിൽ എല്ലാവരെയും കാണാൻ പഠിക്കണം. ആ ആറ്റിറ്റ്യൂഡില് ഓൾ ആർ ഈക്വൽ, ഓൾ ആർ സോൾസ്, ആ കൺസെപ്റ്റിൽ കാണുമ്പോൾ നമ്മുടെ സ്നേഹം എന്തായിട്ട് മാറും? പ്യോർ ലവ്. രണ്ടാമത്തെ പോയിന്റ് എഴുതിക്കോളൂ, മറ്റുള്ളവരുമായി ഇടപഴകുന്ന സ്വഭാവം. മിങ്കിൾ ആവണം എല്ലാവരുടെ കൂടി. വി ഷുഡ് മിങ്കിൾ വിത്ത് എവ്രി വൺ. എല്ലാവരുടെ കൂടിയും കൂടി ചേർന്ന് പോകണം, ഇടപഴകാൻ പറ്റണം എല്ലാവരുടെ കൂടി. ഇവരോട് മിണ്ടില്ല അവരോട് മിണ്ടില്ല അങ്ങനെയല്ല, എല്ലാവരുടെ കൂടി ഇടപഴകുന്ന സ്വഭാവം വേണം. അതിന്റെ കൂടെ തന്നെ എഴുതണം സ്വയത്തെ പരിവർത്തനം ചെയ്യാനുള്ള കഴിവ്. പവർ ടു ട്രാൻസ്ഫോം അവർ സെൽഫ്സ്. പവർ ടു ട്രാൻസ്ഫോം അവർ സെൽഫ്സ്. നമ്മളെ പരിവർത്തനപ്പെടുത്താനുള്ള കഴിവ്. കേൾക്കുന്ന കുട്ടികളെ ഒന്ന് ഇത് കഴിഞ്ഞ പറയിപ്പിക്കും. ഇതിലുള്ള ഏതെങ്കിലും ഒരു കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചോളൂ, ശുദ്ധമായ സ്നേഹം ഉണ്ടെങ്കിലേ എല്ലാവരെയും ഫ്രണ്ടാക്കി മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താ? പ്യോർ ലവിലൂടെ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ ഫ്രണ്ടാക്കി മാറ്റാൻ പറ്റുള്ളൂ. അർത്ഥം, വി ഹാവ് ടു സീ എവ്രി വൺ ആസ് സോൾ. എല്ലാവരും എന്റെ സഹോദരങ്ങളാണ്. എല്ലാവരും എന്റെ സഹോദരങ്ങളാണ്. ഓക്കെ, ചെറിയൊരു എന്താ വർക്ക് തരട്ടെ. നോട്ട്ബുക്കും പെന്നും എടുക്കുക. എന്നിട്ട് മനസ്സിൽ കാണുക, ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സും അധികം ഇഷ്ടമില്ലാത്ത കുട്ടികളും അങ്ങനെ ആരൊക്കെ ഉണ്ടോ അങ്ങനെയുള്ള 10 പേരെ ഇപ്പൊ ഇരുന്നിട്ട് നിങ്ങൾ എഴുതും. അവരെ മനസ്സിൽ പ്യോർ ലവ് മീൻസ് അവരെ ആത്മാവായിട്ട് കാണുക. അപ്പോ നിങ്ങൾ പെന്നും ബുക്കും എടുത്തിട്ട് ഇപ്പൊ ഇരുന്നിട്ട് മനസ്സിൽ പ്ലാൻ ചെയ്യുക ഒരു 10 പേര്. നിങ്ങൾക്ക് ഇഷ്ടം ഉള്ളവരും അധികം നിങ്ങൾക്ക് മിങ്കിളാവാൻ പറ്റാത്തവരും എല്ലാവരെയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 10 പേര്. ഓരോ ലൈനിൽ നിങ്ങൾ എഴുതുമ്പോ ഇപ്പൊ സിസ്റ്ററെ വിചാരിക്കൂ. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സിസ്റ്റർ അത്ര ഇഷ്ടമല്ലെങ്കിൽ അത് ആ പേര് എഴുതിയിട്ട് എന്ത് ചെയ്യണം? രോഹിണി സിസ്റ്റർ ഈസ് എ സോൾ. ഇനിയിപ്പോ വേറൊരു സിസ്റ്റർ ഇഷ്ടമാണെങ്കിൽ സുകന്യ സിസ്റ്റർ ഈസ് എ സോൾ. അങ്ങനെ നിങ്ങള് മനസ്സിൽ കാണുക. ഇപ്പോ സിസ്റ്ററിന്റെ പേര് എഴുതുകയാണെങ്കിൽ സിസ്റ്ററിന്റെ പേര് അവിടെ എഴുതി കഴിയുമ്പോ ഒരു സെക്കൻഡ് കണ്ണടച്ചിരിക്കുക. ഇത് മനസ്സിൽ കാണണം. അതൊരു വ്യക്തിയല്ല, അത് ഞാൻ ആരുടെ പേരാണോ എഴുതിയിരിക്കുന്നത് അവരൊരു ആത്മാവാണ്. അത് ഒരു സെക്കൻഡ് അവരുടെ മനസ്സിൽ അവരെ കാണുക ആത്മാവായിട്ട്. എന്നിട്ട് എഴുതും ഈസ് എ സോൾ. അങ്ങനെ 10 പേരുടെ വേഗം എഴുതും. മനസ്സിരുത്തിയിട്ട് വെറുതെ എഴുതി തീർക്കല്ല, അവരെ കാണുക ചിത്രം മനസ്സിൽ, അവരെ ആത്മാവായിട്ട് മനസ്സിൽ കാണുക, എന്നിട്ട് എഴുതുക ഈസ് എ സോൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരും ആരോടെങ്കിലും ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെഴുതും. ഒരു 10 പേരെ മനസ്സിൽ ആത്മാവായി കണ്ടുകൊണ്ട് സ്നേഹത്തോടെ എഴുതും. അവര് ഒരു ആത്മാവാണ്. അങ്ങനെ എഴുതും, വേഗം എഴുതും. വേഗം എഴുതൂ, പറയൂ.
അഞ്ചു ഇതിന്റെ സൂമിലുള്ള ടച്ചതിലായിട്ടുള്ള ഫ്രണ്ട്സിനെ ആണോ അത് സ്കൂൾ അല്ല 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 യു ക്യാൻ റൈറ്റ് എനിബഡി, ആരെ വേണമെങ്കിലും. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് അടുപ്പമുള്ളവരും അത്രയ്ക്ക് നിങ്ങൾക്ക് ഫ്രണ്ടായി കാണാൻ പറ്റാത്ത കുട്ടികൾ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള എല്ലാവരെയും കൂടി ഒരു 10 പേരെ എഴുതും. മക്കളെ കഴിഞ്ഞു? ഫിനിഷ്? ഓക്കെ, കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കള് ബുക്കും പെന്നൊക്കെ അവിടെ വെക്കും. ബുക്കും പെന്നൊക്കെ ഒരു ഭാഗത്ത് വെച്ച് ഫ്രീ ആയിട്ടിരിക്കും. ഓക്കെ, കഴിഞ്ഞില്ലേ? ശ്രേയ, സ്നേഹക്കുട്ടിയൊക്കെ കഴിഞ്ഞു? കൃഷ്ണേഷ്, നിരഞ്ജന എഴുതിയോ? ശിവാംഗി കുട്ടിയൊക്കെ എഴുതിയോ? ഓക്കെ, പീയൂഷ കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ വീഡിയോയിലില്ലല്ലോ. മീര, അദ്വൈ, അനൂപി. ഓക്കെ, കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ എല്ലാവരും ബുക്കും പെന്നൊക്കെ അവിടെ വെച്ച് നല്ല കുട്ടികളായിട്ട് സീറ്റിലൊന്ന് എഴുന്നേറ്റ് നിൽക്കും. കുട്ടികളല്ലേ? ക്യാമറയൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട, നോ പ്രോബ്ലം. എഴുന്നേറ്റ് നിൽക്കും എല്ലാവരും. പെന്നും ബുക്കും ഒന്നും കയ്യിൽ വേണ്ട, ഫ്രീ ആയിട്ട് എഴുന്നേറ്റിട്ട്. പ്രിയ,
സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കൂ. സ്ട്രെയിറ്റ് ആയിട്ട് ചാരി നിൽക്കരുത് എവിടെയും. ഗോ, ചുമരുന്ന് വിട്ടു നിൽക്കൂ സ്ട്രെയിറ്റ് ആയിട്ട്. നട്ടല്ലൊക്കെ നിവർത്തി അലേർട്ട് ആയിട്ട് നിൽക്കൂ. ഓക്കെ, സ്നേഹ, അനക കുട്ടിയൊക്കെ നിൽക്കൂ. എഴുന്നേറ്റ് നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കൂ. റെഡി? റെഡി? അനന്യൊക്കെ എഴുന്നേറ്റു. എല്ലാവരും എഴുന്നേൽക്കുക, സ്ട്രെയിറ്റ് ആയി നിൽക്കുക. ക്ലോസ് യുവർ ഐസ്. എല്ലാവരും കണ്ണടച്ച് നിൽക്കും. 2 കൈകളും നാഷണൽ ആനന്തം പാടുമ്പോ എങ്ങനെയാണോ വെക്കാറില്ല, 2 കൈയും സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് അലേർട്ട് ആയിട്ട് നിൽക്കൂ. സ്റ്റേബിൾ ആയിട്ട് നിൽക്കൂ. കണ്ണടച്ച് നിൽക്കൂ. കണ്ണടച്ച് നിൽക്കൂ. തല ഉയർത്തി സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ്. സ്ട്രെയിറ്റ്. കണ്ണടച്ചു നിൽക്കൂ. റിലാക്സ്ഡ് ആയിട്ട് കണ്ണടച്ചു നിൽക്കൂ. ഞാൻ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഐ എം കംപ്ലീറ്റ്ലി റിലാക്സ്ഡ്. തന്റെ ശ്രദ്ധ ഭ്രൂമധ്യത്തിലേക്ക് കേന്ദ്രീകരിക്കും. ഭ്രൂമധ്യത്തിലേക്ക്, ഇരുപുരികങ്ങളുടെ മധ്യത്തിലേക്ക്, പൊട്ടുതൊടുന്ന സ്ഥാനത്തിലേക്ക് അങ്ങോട്ട് ഏകാഗ്രമാക്കൂ. ബിറ്റ്വീൻ ദ 2 eyebrows. Between the 2 eyebrows. മനസ്സിന്റെ ഉള്ളില് ആ ദൃശ്യം, ആ സീന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യൂ. ആ സങ്കല്പം, ആ തോട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യൂ. ഇൻസൈഡ് ദി ബ്രെയിൻ, തലച്ചോറിനുള്ളിൽ പ്രകാശമായിട്ടുള്ള ഞാനുണ്ട്. ഐ ആം ദ ലൈറ്റ്. ഐ ആം ദ ലൈറ്റ് സിറ്റുവേറ്റിംഗ് ഇൻസൈഡ് ദി ബ്രെയിൻ. ശരീരത്തിനകത്ത്, തലച്ചോറിനുള്ളിൽ ഞാനുണ്ട്. Feel yourself as a peaceful soul. ശാന്ത സ്വരൂപമായ ആത്മാവാണ് ഞാൻ. ശാന്ത സ്വരൂപം. ശാന്ത സ്വരൂപമായ എന്റെ ശിരസിന്റെ മുകളിൽ ഞാൻ ഈശ്വരനെ കാണുകയാണ്. പ്രകാശ സ്വരൂപം, പ്രകാശ സ്വരൂപം. ശാന്തിയുടെ സാഗരമായ ഈശ്വരൻ. സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് വരുന്നത് പോലെ ഈശ്വരന്റെ റേസ്, പീസ്ഫുൾ ആയിട്ടുള്ള റേസ് ആത്മാവായ എന്നിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. I am a soul. I am a point of light. പ്രകാശത്തിന്റെ ബിന്ദുവാണ് ഞാൻ. തന്റെ 2 കൈകളും ഇങ്ങനെ വെക്കൂ. 2 കൈകളും ബ്ലെസ്സിങ് കൊടുക്കുന്നത് പോലെ വെക്കും. ബ്ലെസ്സിങ് കൊടുക്കുന്നത് പോലെ. സ്വയം ഫീൽ ചെയ്യൂ. ഫ്രം മൈ ബോഡി, ഫ്രം മൈ മൈൻഡ്, പീസ്ഫുൾ ആയിട്ടുള്ള എനർജി ഈ ലോകത്തിലേക്ക് മുഴുവൻ ഒഴുകുന്നുണ്ട്. ഈ ലോകം മുഴുവൻ എൻ്റെ മനസ്സിൽ നിന്ന് ശരീരത്തിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ശാന്തി ഈ ലോകത്തിലേക്ക് മുഴുവൻ ഞാൻ കൊടുക്കുകയാണ്. The full world is becoming peaceful. ഒരു ബോൾ കയ്യിലുള്ളത് പോലെ കൈ പിടിക്കും.
ഒരു ബോള് കയ്യിൽ പിടിച്ചതുപോലെ, ഒരു ഫുട്ബോൾ കയ്യിലുണ്ട് വിചാരിക്കും. ഹോൾഡ് എ ബോൾ. ബോള് കയ്യിലില്ല, പക്ഷെ ബോൾ ഉള്ളതുപോലെ പിടിക്കൂ. കയ്യില് ബോൾ ഇല്ല, ബട്ട് യു ആർ ഹോൾഡിങ് എ ബോൾ. അതുപോലെ വയ്ക്കൂ കയ്യ്, രണ്ട് കൈകളും. Just feel that the globe is in your hand. Globe, globe. ലോകം എൻ്റെ കയ്യിലാണ്. World is in my hand. ആ ലോകത്തില് എല്ലാ ആത്മാക്കളും സ്റ്റാർസ് ആയിട്ട് ഷൈനിങ് ചെയ്യുന്നത് വിഷ്വലൈസ് ചെയ്യും. ആ ഗ്ലോബില് ആത്മാക്കള് ഒത്തിരി സ്റ്റാർസ് ഷൈനിങ് ആയിക്കൊണ്ടിരിക്കുക ഗ്ലോബില്. From my mind, പീസ്ഫുൾ ആയിട്ടുള്ള വൈബ്രേഷൻസ് ആ ഗ്ലോബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. My world is so beautiful. My world is so pure. All the souls are beautiful. All the souls are peaceful. എൻ്റെ ലോകം സുന്ദരമാണ്. ഈ ഭൂമി സുന്ദരമാണ്. ഭൂമിയിലുള്ള എല്ലാ ആത്മാക്കളും സുന്ദരമാണ്. I love my world. I love this earth. I love everyone. മക്കളെ കൈ താഴെ ഇട്ടിട്ട് നിൽക്കുന്നിടത്തുനിന്ന് റൈറ്റിലേക്ക് ടേൺ ചെയ്യൂ. ടേൺ റൈറ്റ്. നിൽക്കുന്നിടത്തുനിന്ന് ടേൺ റൈറ്റ്. വലതു ഭാഗത്തേക്ക് തിരിയൂ. ശ്രാവൺ വലതു ഭാഗത്തേക്ക് തിരിയൂ. ടേൺ റൈറ്റ്. റൈറ്റ് സൈഡിലേക്ക്. ശ്രാവൺ റൈറ്റ് സൈഡിലേക്ക് തിരിയൂ. ടേൺ റൈറ്റ്. നിങ്ങൾ ഫീൽ ചെയ്യണം നിങ്ങളുടെ കണ്ണ് റൈറ്റ് സൈഡിലേക്കായിരിക്കണം. സിസ്റ്ററെ നോക്കണ്ട, നിങ്ങൾ നിൽക്കുന്നതിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കൂ. ഫീൽ യുവർ സെൽഫ്. ഏത് ഭാഗത്തേക്കാണോ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, യു ആർ സ്പ്രെഡിങ് ദ എനർജി ഓഫ് പീസ്. ശാന്തിയുടെ എനർജി നിങ്ങൾ ഭൂമിയുടെ ആ ഭാഗത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. രണ്ട് കൈകൾ അപ്പോഴേ വെച്ചതുപോലെ വെക്കും. Give blessings to the world. Every soul is filled with peace. എല്ലാ ആത്മാക്കൾക്കും ശാന്തി പ്രാപ്തമാകട്ടെ. എല്ലാ ആത്മാക്കളും ആരോഗ്യവാന്മാരായി മാറട്ടെ. എല്ലാവരുടെ മനസ്സും ശക്തി നിറഞ്ഞതായി മാറട്ടെ. നിൽക്കുന്ന ഭാഗത്തുനിന്ന് റൈറ്റിലേക്ക് വീണ്ടും ടേൺ ചെയ്യൂ. ടേൺ റൈറ്റ്. ടേൺ റൈറ്റ്. നിൽക്കുന്ന ഭാഗത്തുനിന്ന് വീണ്ടും ടേൺ ചെയ്യൂ റൈറ്റിലേക്ക്. യെസ്, ടേൺ റൈറ്റ്. കൈ അതേപോലെ ഹോൾഡ് ചെയ്യൂ. ഹോൾഡ് യുവർ ഹാൻഡ് ലൈക്ക് ദാറ്റ് ആൻഡ് മനസ്സിൽ നിന്ന് ഗുഡ് വിഷസ് കൊടുക്കും. ലോകത്തിലുള്ള എല്ലാ കുട്ടികളും ബുദ്ധിശാലികളായിട്ട് മാറട്ടെ. എൻ്റെ പ്രായത്തിലുള്ള എല്ലാ മക്കൾക്കും എൻ്റെ ഫ്രണ്ട്സിനും ഗോഡ്ലി പവർ കിട്ടട്ടെ. എല്ലാവരും ഹെൽത്തി ആയിട്ട് മാറട്ടെ. എല്ലാവരും പവർഫുൾ ആയിട്ട് മാറട്ടെ. വീണ്ടും റൈറ്റിലേക്ക് ടേൺ ചെയ്യൂ. ഇപ്പൊ നിൽക്കുന്നിടത്തുനിന്ന് നെക്സ്റ്റ് റൈറ്റിലേക്ക്. നിങ്ങൾ എവിടെയാണോ ടേൺ ചെയ്യാത്തത് ആ ഭാഗത്തേക്ക്. അതേപോലെ കൈ ഹോൾഡ് ചെയ്യൂ. ജസ്റ്റ് പ്രേ ഫോർ ദ മിലിറ്ററി. ഏതെല്ലാം ജവാന്മാര് രാജ്യത്തിന്റെ രാഷ്ട്രത്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടി പ്രയത്നിക്കുന്നുണ്ടോ, all of them be safe. എത്ര ദൂരെയാണെങ്കിലും
അവര് വളരെ പീസ്ഫുൾ ആയിരിക്കട്ടെ, ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. മേ ദേ എക്സ്പീരിയൻസ് പവർ, ലവ്, പീസ്. ഫ്രണ്ടിലേക്ക് ടേൺ ചെയ്യൂ. കണ്ണുകൾ തുറന്നോളൂ. ഫ്രണ്ടിലേക്ക് നോക്കി നിവർന്നു നിൽക്കൂ. സ്റ്റാൻഡ് സ്ട്രെയിറ്റ്, സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. സിസ്റ്റർ ചെറിയൊരു സംഭവം ഇട്ട് തരും, അത് കണ്ടു കഴിഞ്ഞിട്ട് ഇരിക്കാം. ഓക്കെ, അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്ത് ചെയ്യണം? അതിന്റെ കൂടെ വി ഹാവ് ടു മെഡിറ്റേറ്റ്. ഓക്കെ, വി ഹാവ് ടു മെഡിറ്റേറ്റ്. മക്കളെ, നിങ്ങൾ കണ്ടിട്ടുള്ള സംഭവമായിരിക്കും, ബട്ട് എന്ത് ചെയ്യണം അറിയോ? എന്ത് ചെയ്യണം? ആ സംഭവം കാണുക, സ്ഥാനത്ത് നിൽക്കുക, അത് കാണുമ്പോൾ മനസ്സിൽ ഫീൽ ചെയ്യണം. ലെറ്റ് എവ്രി വൺ ബി പീസ്. ആരൊക്കെ നമുക്ക് വേണ്ടി പ്രയത്നിക്കുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും പരമാത്മാവിന്റെ ശക്തി കിട്ടട്ടെ. ഓക്കെ, പ്രാർത്ഥിക്കൂ എല്ലാവരും. ഈശ്വരന്റെ ശക്തി എല്ലാവർക്കും കിട്ടണം. So you can stand either in Namaste posture, ഇഷ്ടമാണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ തൊടാം? in the heart. Okay.
താങ്ക് യു. ഇരുന്നോളൂ. ആക്ച്വലി മക്കളെ, നമ്മൾ ഈ മിത്രങ്ങളെ ഉണ്ടാക്കുന്ന കല പറഞ്ഞതില് ഇപ്പൊ നമ്മള് ഇന്ത്യൻ മിലിറ്ററി മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ നമ്മൾ പഠിച്ചത് എന്താ? ഇന്ത്യയെ മാത്രം സ്നേഹിക്കുകയല്ല. ആരെ സ്നേഹിക്കണം? ആരെ സ്നേഹിക്കണം? ആര് പറയും? നിരഞ്ജൻ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. whom we should love? Only India? Only India? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. പറയൂ. ജനങ്ങളെ. എവിടെയുള്ള ജനങ്ങളെ സ്നേഹിക്കണം? ഭാരതത്തിലുള്ളവരെ മാത്രം സ്നേഹിച്ചാൽ മതിയോ? വേൾഡ്. യെസ്, അതാണ് ഉത്തരം. ടച്ച് ദ ലൈറ്റില് നമ്മൾ പഠിക്കുന്ന ഏറ്റവും വലിയ പാഠം അതാണ്. കുറച്ചു പേരെ സ്നേഹിക്കുന്നവരല്ല നമ്മൾ. ആരെ സ്നേഹിക്കണം? ആരെ സ്നേഹിക്കണം? എൻറ്റയർ വേൾഡ്. അപ്പൊ നിങ്ങൾ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കാനിരിക്കോ, ആ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണം അറിയോ? എൻ്റെ അച്ഛന് നല്ലത് വരുത്തണേ, അമ്മയ്ക്ക് നല്ലത് വരുത്തണേ. നമ്മൾ ഇങ്ങനെയല്ലേ പ്രാർത്ഥിക്കാറുള്ളത്? പക്ഷെ ഇനി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? ലോകത്തിൽ 700 കോടി ആത്മാക്കൾ ഉണ്ടെങ്കിൽ 700 കോടി ആത്മാക്കളും ആരാണ്? They are our brothers. നമ്മുടെ സഹോദരങ്ങളാണ്. So what we have to do? നമ്മൾ പറയില്ലേ, സ്വാർത്ഥരായിട്ട് മാറരുത് പറയും. എന്താ സ്വാർത്ഥത? ചിലർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക, ചിലർക്ക് വേണ്ടി മാത്രം നല്ലത് ചിന്തിക്കുക. നമ്മൾ അങ്ങനെയുള്ള കുട്ടികളല്ല. ഓക്കെ? ടച്ച് ദ ലൈറ്റിലെ മക്കൾ എപ്പോഴും ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? വി മെഡിറ്റേറ്റ് ഫോർ ഓൾ. നമ്മുടെ ഗുഡ് വിഷസ് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അതാണ് മിത്രങ്ങളെ സമ്പാദിക്കുന്ന കലയിൽ നമ്മൾ പഠിച്ച ആദ്യത്തെ സംഭവം ഇതാണ്. എന്താണ്? എല്ലാവരെയും ശുദ്ധമായിട്ട് സ്നേഹിക്കാൻ പഠിക്കൂ എന്നാ പറഞ്ഞു. പ്യോർ ലവ് നമ്മളിൽ വേണം. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത്, എല്ലാവരുടെ കൂടെയും മിങ്കിളായി പോകാനുള്ള കഴിവ് നമുക്ക് വേണം. മിങ്കിളിംഗ് നേച്ചർ. എല്ലാവരുടെ കൂടി, എല്ലാ സിറ്റുവേഷനിലും. ആ ലൈനിൽ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞു. മിങ്കിൾ ആവണമെങ്കിൽ we should have the power to transform. നമുക്ക് നമ്മളെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കണം. വേണ്ടേ? ഇപ്പോ നമ്മളുടെ ബ്രദർ ഉണ്ട് വിചാരിക്കും. ബ്രദർ ഉണ്ടെങ്കിൽ ബ്രദർക്ക് വേണ്ടി ചിലപ്പോ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? എന്റെ ചില സ്വഭാവങ്ങളെ മാറ്റേണ്ടി വരും. അവര് മാറാൻ റെഡിയല്ല, പക്ഷെ എനിക്ക് അവരുടെ കൂടെ മിങ്കിൾ ചെയ്ത് പോയേ പറ്റൂ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? അവരുടെ കൂടെ മിങ്കിളായി പോകണമെങ്കിൽ എനിക്ക് എൻ്റെ ചില ശീലങ്ങളിൽ ചേഞ്ച് കൊണ്ടുവരേണ്ടി വരും. അതാണ് ട്രാൻസ്ഫോർമേഷൻ. ഞാൻ എന്നിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നാലേ എനിക്ക് എല്ലാവരുടെ കൂടെയും പോകാൻ പറ്റുള്ളൂ. നമ്മൾ പറയില്ലേ, ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ എല്ലാവരും എന്നെ ഒന്ന് പ്രൈസ് ചെയ്യണം. ഈസ് ഇറ്റ് പോസിബിൾ? എപ്പോഴും എല്ലാവരും നമ്മളെ പ്രൈസ് ചെയ്യൂ? എല്ലാ കാര്യങ്ങളിലും ചെയ്യൂ? എല്ലാവരും നമ്മളെ അഭിനന്ദിക്കൂ? ചെയ്യില്ല എല്ലാവരും. ബട്ട് വി ഹാവ് ടു മിങ്കിൾ വിത്ത് എവരി വൺ. അവർ പറഞ്ഞാലും ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ? അവരുടെ കൂടെ പോകണം. ഓക്കെ? ഇനി തേർഡ് പോയിന്റ് എഴുതൂ. തേർഡ് പോയിന്റ്, ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനുള്ള കലയിലെ മൂന്നാമത്തെ പോയിന്റ്, സരളമായ സ്വഭാവം. ഈസി നേച്ചർ. സിംപ്ലിസിറ്റി. ഈസി നേച്ചർ ആയിരിക്കണം. സിംപ്ലിസിറ്റി, സരള സ്വഭാവം. അതിൽ തന്നെയുള്ളത് സത്യതയും ശുദ്ധതയും വേണം. പ്യൂരിറ്റിയും വേണം. ട്രൂത്ത് എന്ന് പറയുന്ന ഗുണവും വേണം. ട്രൂത്ത്, പവിത്രത വേണം, സത്യത വേണം. പിന്നെന്താ പറഞ്ഞേ? ഈസി നേച്ചർ. നമ്മൾ ടഫ് സ്വഭാവമാണെങ്കിലോ, ഹാർഡ് സ്വഭാവമാണെങ്കിൽ എല്ലാവർക്കും നമ്മളുടെ കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല? മിങ്കിൾ ചെയ്ത് പോകാൻ പറ്റില്ല. രണ്ടാമത്തെ എന്താ? ഇതാണ് മിങ്കിൾ. വി ഹാവ് ടു, ഫസ്റ്റ് വൺ പ്യുവർ ലവ് എല്ലാവരോടും. രണ്ടാമത്തേത് എല്ലാവരുടെ കൂടി മിങ്കിൾ ആവണം. പക്ഷെ മിങ്കിൾ ആവണമെങ്കിൽ വി ഹാവ് ടു ട്രാൻസ്ഫോം സം ഓഫ് അവർ സംസ്കാർ. നമ്മുടെ ചില
സംസ്കാരങ്ങളെ, സ്വഭാവങ്ങളെ നമുക്ക് മാറ്റിയെടുക്കേണ്ടി വരും. അതാണ് ട്രാൻസ്ഫോർമേഷൻ പവർ കൂടി വേണം, അപ്പോഴേ മിംഗ്ലിംഗ് നടക്കുള്ളൂ, ഒരുമിച്ച് ചേർന്ന് പോകാൻ പറ്റും. മൂന്നാമത്തെ സംഭവമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, സിംപ്ലിസിറ്റി. ഈസി നേച്ചർ ആയിരിക്കണം നമ്മളുടെ, ടഫ് ഹാർഡ് നേച്ചർ അല്ല, ഈസി നേച്ചർ. പിന്നെ സത്യത വേണം, നമുക്ക് ശുദ്ധി വേണം. നാലാമത്തെ പോയിന്റ് എഴുതൂ. ഫോർത്ത് പോയിന്റ് പവിത്രമായ ജീവിതം. പവിത്രമായ ജീവിതം, പ്യോർ ലൈഫ്. പ്യോർ ലൈഫ്, കോമ ഉയർന്ന ജീവിതം. ഉയർന്ന ജീവിതം മീൻസ് നമ്മുടെ ലൈഫ് ഗ്രേറ്റ് ആയിരിക്കണം. ഗ്രേറ്റ്. ഷീസ് സോ ഗ്രേറ്റ് പറയില്ലേ ആൾക്കാര്. ഹീസ് എ ഗ്രേറ്റ് മാൻ എന്നൊക്കെ പറയില്ലേ. ഗ്രേറ്റ്. എന്താ ഗ്രേറ്റ്? ഗ്രേറ്റ് ആയിരിക്കണം, പ്യോർ ആയിരിക്കണം. മറ്റൊന്ന് വാല്യുബിൾ ആയിട്ടുള്ള ജീവിതമായിരിക്കണം നമ്മുടേത്. എല്ലാവർക്കും ബഹുമാനം തരാൻ തോന്നണം, നമുക്ക് റെസ്പെക്ട് തരാൻ തോന്നണം. അങ്ങനെയുള്ള ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ ജീവിക്കണം. നെക്സ്റ്റ് പോയിന്റ് ശാന്തമായ സ്വഭാവം. ശാന്തമായ സ്വഭാവം, പീസ്ഫുൾ നേച്ചർ, ശാന്തമായ സ്വഭാവം. പിന്നെന്ത് വേണം? കോമ സ്വീറ്റ്നെസ്. സ്വീറ്റ്നെസ്, പീസ്ഫുൾ നേച്ചർ ആയിരിക്കണം, സ്വീറ്റ്നെസ് വേണം. പിന്നെ റെസ്പെക്ട് കൊടുക്കാനുള്ള മനസ്സും വേണം. ഈ സംഭവങ്ങളൊക്കെ വേണം. ഓക്കെ, നോട്ട് ചെയ്തോ? അടുത്ത പോയിന്റ്, ആറാമത്തെ പോയിന്റ്. എല്ലാവരുമായിട്ടും ക്ലോസ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ആരും നമ്മളുടെ അടുത്ത് ഗ്യാപ്പ് ഉണ്ടാക്കരുത്. വി ഷുഡ് ബി ട്രൂത്ത്ഫുൾ. അവർക്ക് എല്ലാം നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ളൊരു ക്ലോസ് റിലേഷൻഷിപ്പ് വെക്കാനുള്ള കഴിവ് നമുക്ക് വേണം. അപ്പോഴേ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവുള്ളൂ. ഇഫ് വി ചീറ്റ് ദം, ഒരിക്കലെങ്കിലും പിന്നെ അവരടുക്കില്ല. അവരുടെ ഉള്ളിൽ നമ്മളെ പ്രതിയുള്ള വിശ്വാസം നഷ്ടപ്പെട്ട പിന്നെ അവര് ഫ്രണ്ട് ആവില്ല. അപ്പൊ എന്ത് ചെയ്യണം? ക്ലോസ് റിലേഷൻഷിപ്പ് വേണമെങ്കിൽ വി ഷുഡ് ബി ട്രൂത്ത്ഫുൾ വിത്ത് ദം. ട്രൂത്ത്ഫുൾ, സത്യത വേണം, വിശ്വാസം വേണം. അപ്പോഴേ ഒരാള് ഫ്രണ്ട് ആയിട്ട് മാറുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് എഴുതൂ. മറ്റുള്ളവരുടെ സേവനവും സഹായവും ചെയ്യാൻ തയ്യാറായിരിക്കുക. മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ സേവനം ചെയ്യാനും തയ്യാറായിരിക്കുക. നോക്കൂ കുട്ടികളെ, നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഇതേ പോയിന്റ്സ് ഇല്ലേ? നിങ്ങളുടെ പേരൻസും നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിന്റെ ലെവലിലുള്ളവര് പഠിക്കുന്ന പുസ്തകത്തിലെ കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എത്ര ഗ്രേറ്റ് സോൾസ് ആണ്, എത്ര ഗ്രേറ്റ് സോൾസാ. 50 വയസ്സും 60 വയസ്സും 70 years ഒക്കെ ആയവര് പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം ഈ 10, 11, 12 വയസ്സിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ ആ ഏജിൽ എത്തുമ്പോഴേക്കും ആരായിട്ട് മാറും? ആരായിട്ട് മാറും? ഇപ്പോഴേ ഈ ഇൻപുട്ട് ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഗ്രേറ്റ് 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 സോൾസ് ആയിട്ട് മാറും. അപ്പോ ഏഴാമത്തെ പോയിന്റ് ആണ് മറ്റുള്ളവരുടെ സേവനം, മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കുക. എപ്പോഴും. റെഡിയാണോ? എങ്ങനെയൊക്കെ സഹായിക്കും? കൈൻഡ്നെസ് പഠിച്ചപ്പോ നമ്മൾ എന്താ പഠിച്ചേ? ഡ്രസ് ഇല്ലാത്തവർക്ക് ഡ്രസ് കൊടുക്കണം, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം, ജീവികളോട് സ്നേഹം വേണം. മീൻസ് കൈൻഡ്നെസ് നമ്മൾ പഠിച്ചു. ഇനി എവിടുന്നും കൂടി കൈൻഡ്നെസ് വരണം? ഇവിടുന്ന് വരണം. ഫ്രം ദ മൈൻഡ്. മൈൻഡ്. എന്ത് പോണം മൈൻഡിൽ നിന്ന്? മൈൻഡിൽ നിന്ന് എന്ത് പോണം? എല്ലാവരും ഹെൽത്തിയായി ഇരിക്കട്ടെ. അതൊരു സമ്മാനമാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് അത് പോണം. മേ ഓൾ ബി ഹെൽത്തി. എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ, എല്ലാവരും സുഖിയായിരിക്കട്ടെ, ആർക്കും ശരീരത്തിനും ഒരു കുഴപ്പവും ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെയുള്ള ചിന്തകൾ മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് വലിയൊരു ഹെൽപ്പാണ്.
എപ്പോഴും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളില് എല്ലാവരെ പ്രതിയും ഈ പോസിറ്റീവ് പ്യോർ ആയിട്ടുള്ള തോട്ട്സ് ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. സ്റ്റോപ്പ് ആവരുത്, നോൺ സ്റ്റോപ്പ് ആയിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, അടുത്ത പോയിന്റ് എഴുതൂ. മറ്റുള്ളവരെ കടുത്ത ഭാഷയിൽ വിമർശിക്കരുത്. എന്താ വിമർശിക്കുക? എന്താ വിമർശിക്കുക? കുറ്റക്കാരാക്കുക. വി ഷുഡ് നോട്ട് ബ്ലെയിം അതേഴ്സ്. ബ്ലെയിം ചെയ്യരുത്, കുറ്റപ്പെടുത്താൻ പാടില്ല. കേക്കുണ്ടോ? ഈശക്കുട്ടി എഴുതണില്ല. മറ്റുള്ളവരെ വിമർശിക്കരുത് അർത്ഥം നിങ്ങൾ തന്നെയാണ് തെറ്റുകാര്, പറയില്ലേ? ഇപ്പോ കുട്ടികളെ നിങ്ങൾ തന്നെ വീട്ടിൽ നോക്കൂ. ഏതെങ്കിലും സാധനം ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് വീഴുമ്പോ അനിയത്തിയോ ഏട്ടനോ ആരെങ്കിലും കൂടെ ഉണ്ട്. രണ്ടാളും കൂടി നിൽക്കുമ്പോഴാണ് വീണത്. വീണ സമയത്ത് അവിടെ അമ്മയോ അച്ഛനോ വന്ന് എന്താ പറയാ? ഉടൻ എന്താ പറയാ? ഇവിളാ വീഴ്ത്തിയത് പറയില്ലേ? പറയൂല്ലേ? രണ്ടാളും കൂടി നിൽക്കുമ്പോഴാ ചെയ്തത്. രണ്ടാളും അതിന് കാരണക്കാരാണ്. പക്ഷെ വീണ് കഴിയുമ്പോ ഒറ്റടിക്ക് എന്ത് പറയും? കൈ കഴുകും, വേഗം അടുത്ത ആളുടെ തലക്കിടും. ഞാനൊന്നും പൊട്ടിച്ചിട്ടില്ല, ഞാനൊന്നും വീഴ്ത്തിയിട്ടില്ല, ഞാനൊന്നും എടുത്തു മാറ്റിയിട്ടില്ല. ഉടൻ അടുത്ത ആൾക്ക് കൊടുക്കും ഗിഫ്റ്റ്, അവർക്ക് വഴക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ഇല്ലേ? അപ്പോ ബ്ലെയിം ചെയ്യരുത് അല്ലെങ്കിൽ വിമർശിക്കരുത് അർത്ഥം എന്താ? ചൊട്ടയിലെ ശീലം ഏതുവരെ കൂടി ഉണ്ടാവും? അപ്പൊ ഇപ്പൊ നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് ഹാബിറ്റ് ആയിട്ട് മാറും. അപ്പൊ ബ്ലെയിം ചെയ്യരുത് ഒരിക്കലും. യു ആർ റോങ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലും നോ പ്രോബ്ലം, ഷീ വിൽ ഡു ഇറ്റ് റൈറ്റ്, ഇനി അടുത്ത പ്രാവശ്യം ശരിയായിക്കോളും, നോ മാറ്റർ, പോട്ടെ പറയുക. അല്ലാതെ അവിടെ പോയിട്ട് കുറ്റം പറയരുത്. നമ്മൾ അവരുടെ മനസ്സിനെ കൂടുതൽ ഹേർട്ട് ചെയ്യാൻ പാടില്ല, വേദനിപ്പിക്കാൻ പാടില്ല. അതാണ് വിമർശിക്കരുത്. അതേ പോയിന്റില് നെക്സ്റ്റ് എഴുതും. വിമർശിക്കരുത് ഒന്ന് അർത്ഥം കുറ്റപ്പെടുത്തരുത്, ബ്ലെയിം ചെയ്യരുത് ആരെയും നമ്മൾ അനാവശ്യമായിട്ട്. അതിലടുത്ത പോയിന്റ് എഴുതൂ. എന്താ എഴുതുക? ആരോടും അട്ടഹസിക്കരുത്. മലയാളം വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇതൊക്കെ? ആരോടും അട്ടഹസിക്കരുത്. ഇറ്റ് മീൻസ് നിലവിളിക്കരുത്. പോയിട്ട് ബഹളം ഉണ്ടാക്കുക പറയില്ലേ? പോയിട്ട് എന്താ അട്ടഹസിക്കുക? രാക്ഷസൻ അട്ടഹസിച്ചു കേട്ടിട്ടില്ലേ കഥകളില്? കേട്ടിട്ടുണ്ടോ? രാക്ഷസന്മാരാണ് അട്ടഹസിക്കുക. എന്താ അട്ടഹസിക്കുക? നിലവിളിക്കുക, ശബ്ദം. അപ്പോ ആരെങ്കിലും മിസ്റ്റേക്ക് ചെയ്താലും അവരുടെ അടുത്ത് പോയിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കരുത്. കേട്ടോ? അവര് ചെയ്തു, ഓക്കെ, തെറ്റാണ്, അവര് ചെയ്തത് മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് വോൾക്കാനോ പോലെ പൊട്ടിത്തെറിച്ചിട്ട് നീ എന്താ ചെയ്ത, അവരെന്താ ചെയ്ത, ഇവരെന്താ ചെയ്തേ, പോയിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ കീ കൊടുത്ത പാവ അങ്ങനെ പാട്ടുപാടിക്കൊണ്ടേയിരിക്കുന്ന പോലെ നമ്മൾ പോയിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് അവരെ ചീത്ത വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കരുത്, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കരുത് അവരുടെ അടുത്ത് പോയിട്ട്. ഓക്കെ, കോമ. അടുത്ത പോയിന്റ് എഴുതൂ. തെറ്റ് സംഭവിച്ചാലും അവർക്ക് ബഹുമാനം കൊടുക്കണം. തെറ്റ് സംഭവിച്ചാലും അവർക്ക് ബഹുമാനം കൊടുത്ത് അവരെ പ്രശംസിച്ച് അവരിൽ മാറ്റം കൊണ്ടുവരണം. അവർക്ക് ബഹുമാനം കൊടുത്ത് അവരെ പ്രശംസിച്ച് അവരിൽ മാറ്റം കൊണ്ടുവരണം. കേട്ടോ? തെറ്റ് ചെയ്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബഹുമാനം കൊടുക്കാൻ തോന്നും? മിസ്റ്റേക്ക് ചെയ്ത ആൾക്ക് നമ്മൾ റെസ്പെക്ട് കൊടുക്കോ ഇല്ലേ? ആരെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുന്ന ആളാണ്, അവർക്ക് ബഹുമാനം കൊടുക്കോ? പക്ഷെ ഇവിടെ എന്താ പോയിന്റ് പറയണേ? വി ഷുഡ് ഗീവ് റെസ്പെക്ട്. എന്തിനാ റെസ്പെക്ട് കൊടുക്കുന്നേ? പറയൂ. അവര് ചെയ്ത തെറ്റിനല്ല നമ്മൾ റെസ്പെക്ട് കൊടുക്കുന്നത്. തെറ്റ് ചെയ്യുന്നവർക്ക് റെസ്പെക്ട് കൊടുക്കില്ല. തെറ്റിനല്ല റെസ്പെക്ട് കൊടുക്കുന്നത്. വി ആർ ഗിവിംഗ് റെസ്പെക്ട് ടു ആർക്കാ കൊടുക്കുന്നേ? അവരുടെ കർമ്മത്തിനെ അല്ല കൊടുക്കുന്നത്. അത് അവര് ചെയ്തു ഒരു കർമ്മം, ബിക്കോസ് ബോധമില്ലാതെ ചെയ്തതാണ്. അവരാരാ? ആ ചെയ്തതാരാ? ആത്മാ, സോളാണ്. അപ്പൊ സോളിന് റെസ്പെക്ട് കൊടുക്കണം, സോളിനെ പ്രശംസിക്കാത്ത എന്താ? നോ പ്രോബ്ലം, നെക്സ്റ്റ് ടൈം ഇങ്ങനെയൊന്നും സംഭവിക്കണ്ട, ടേക്ക് കെയർ.
നോക്കി ചെയ്യൂ, നോക്കി പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരെ പോസിറ്റീവായിട്ട് ബൂസ്റ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത കാര്യം ലാസ്റ്റ് പോയിന്റ്. മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ സുഖ സൗകര്യം പോലും ത്യാഗം ചെയ്യാൻ തയ്യാറാകണം. മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ സുഖ സൗകര്യം പോലും ത്യാഗം ചെയ്യാൻ തയ്യാറാകണം. മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ സുഖ സൗകര്യം പോലും ത്യാഗം ചെയ്യാൻ തയ്യാറാകണം. എന്താ അതിന്റെ അർത്ഥം? അഞ്ജു എന്നൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ? ഓർമ്മയുണ്ടോ പറഞ്ഞത്? ടെഡി ബിയറിന്റെ സംഭവം. അതാണ് മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും സൗകര്യം ചെയ്യേണ്ടി വന്നാലും നമ്മൾ നമ്മുടെ കാര്യം എന്ത് ചെയ്യുക? അതിനെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുക. അല്ലാതെ കുട്ടി എന്താ പറഞ്ഞത്? ചേച്ചിയുടെ പാവി ഉണ്ടായിരുന്നു, അവിടെ കുട്ടിയുടെ പാവി ഉണ്ട്. ഇപ്പൊ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു? തന്റെ പാവയെ മാറ്റി വെക്കുക. ഇത് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ കയ്യില്. അല്ലാതെ അടുത്ത ആളുടെ പാവ എടുത്ത് വെക്കാനുള്ള റൈറ്റ് നമുക്കില്ലല്ലോ. നമ്മുടെ സ്ഥാനത്തിൽ തൊടാൻ നമുക്ക് റൈറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് അതെടുത്ത് മാറ്റുക. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളാൽ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യണം, ടോളറേറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യണം. നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യുക, സഹകരണം കൊടുക്കുക. ഓക്കെ ഓക്കെ, ഒന്നാമത്തെ കല. ഇനി രണ്ടാമത്തെ കല കൂടി എഴുതൂ. പെരുമാറ്റ കല, ആർട്ട് ഓഫ് ബിഹേവിയർ. ബിഹേവിയറൽ ആർട്ട്, പെരുമാറ്റ കല, പെരുമാറ്റത്തിന്റെ കല. പെരുമാറ്റ കല അഥവാ സന്തുഷ്ടമാക്കാനുള്ള കല. പെരുമാറ്റ കല, ബിഹേവിയർ. നമ്മൾ ഇടയ്ക്ക് പറയില്ലേ, എന്റെ മനസ്സിൽ എല്ലാവരെ കുറിച്ചും പോസിറ്റീവാ, പക്ഷെ എന്റെ സ്വഭാവം മാത്രം കുറച്ച് റൂഡാണ്. എന്താ ചെയ്യ? പറയില്ലേ? എന്റെ ഉള്ളില് സോഫ്റ്റ്നെസ് ഉണ്ട്, ഞാൻ ഉള്ളില് സ്വീറ്റ് ആണ്, പക്ഷെ എന്റെ പെരുമാറ്റം കുറച്ച് റഫാണ്. പറയൂ ചിലര്, എന്റെ സ്വഭാവം റഫാണ്. പക്ഷെ സത്യം എന്താ പറയട്ടെ, ഉള്ളു സ്വീറ്റ് ആണെങ്കിൽ പുറമേ റഫാകാൻ പറ്റില്ല. ഉള്ളിലുള്ളത് എവിടെ കാണുള്ളൂ? ഉള്ളിലുള്ളത് എവിടെ കാണുള്ളൂ? എവിടെ കാണുള്ളൂ? പുറത്ത് കാണുള്ളൂ, പുറത്ത് കാണുള്ളൂ. അപ്പോ രണ്ടാമത്തെ പോയിന്റ് ആണ് പെരുമാറ്റ കല. ഉള്ളിൽ എല്ലാവരെ പ്രതിയും പോസിറ്റിവിറ്റി, ഗുഡ്നെസ് ഉണ്ടെങ്കിൽ നമ്മുടെ ബിഹേവിയർ എങ്ങനെ ഇരിക്കും? വി വിൽ ബി പൊളൈറ്റ്. നമ്മൾ എല്ലാവർക്കും ആദരവ് കൊടുക്കും, എല്ലാവരെയും നമ്മൾ റെസ്പെക്ട് ചെയ്യും, എല്ലാവരെയും അംഗീകരിക്കും, നമ്മള് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറും, മധുരമായിട്ടേ അവരോട് സംസാരിക്കുള്ളൂ. ഇതൊക്കെ ബിഹേവിയർ കലയാണ്. നാളേക്കുള്ള ഹോംവർക്ക് തരട്ടെ? ബുക്കിൽ നോട്ട് ചെയ്യൂ. ഹൗ ടു ബിഹേവ് വിത്ത് അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ടു ബിഹേവ് വിത്ത് അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നമ്മുടെ സഹോദരന്മാരോടൊപ്പം, സഹോദരിമാരോടൊപ്പം, ഏട്ടന്മാര്, ചേച്ചിമാര്, അനിയൻ, അനിയത്തി, അവരുടെ കൂടെയൊക്കെ നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? എഴുതിയോ? ഉത്തരവൊന്നും ഇപ്പൊ എഴുതരുത്, ഇരുന്ന് സമയമെടുത്ത് ചിന്തിച്ചിട്ട് നല്ല കുട്ടികളായിട്ട് ചെയ്യുക. രണ്ടാമത്തത്, ഹൗ ടു ബിഹേവ് വിത്ത് പേരൻസ്. അച്ഛനോടും അമ്മയോടും എങ്ങനെ പെരുമാറണം? അച്ഛനോടും അമ്മയോടും എങ്ങനെ പെരുമാറണം? ക്വസ്റ്റ്യൻ എഴുതുണ്ടോ എല്ലാവരും? സഹോദരൻ സഹോദരിമാരോട് എങ്ങനെ പെരുമാറണം ഒന്നാമത്തെ. രണ്ടാമത്തെ, പേരൻസിനോട് എങ്ങനെ പെരുമാറണം. മൂന്ന്, ഫ്രണ്ട്സിന്റെ കൂടെ എങ്ങനെ പെരുമാറണം. ഇന്ന് നമ്മൾ പഠിച്ച ആദ്യത്തെ കല വെച്ചിട്ട് നിങ്ങൾ എഴുതണം. കൂട്ടുകാരെ സമ്പാദിക്കുന്ന കല വെച്ചിട്ട് എഴുതണം. എങ്ങനെയാണ് ഫ്രണ്ട്സിനോട് ബിഹേവ് ചെയ്യേണ്ടത്? ആൻഡ് ദ ലാസ്റ്റ് വൺ, ടീച്ചേഴ്സ് ആകാം, നിങ്ങളുടെ എൽഡേഴ്സ് ആകാം, നിങ്ങളുടെ മുതിർന്നവര് എൽഡേഴ്സ് ആയ ആരോടും നിങ്ങൾ എങ്ങനെ പെരുമാറണം? നിരഞ്ജൻ എഴുതിയോ? ഹോംവർക്ക് എല്ലാവരും അയച്ചു തരണം എന്നിട്ട് നാളെ. നോട്ട് ചെയ്യൂ എങ്ങനെ പെരുമാറണം. നെക്സ്റ്റ് വൺ,
ഇനി നമ്മൾ വിട്ടിട്ടുണ്ട്. ഒന്നാമത്തത് എന്തായിരുന്നു? ഹൗ ടു ബിഹേവ് വിത്ത് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. രണ്ടാമത്തത് ഹൗ ടു ബിഹേവ് വിത്ത് പേരൻസ്. മൂന്നാമത്തത് ഹൗ ടു ബിഹേവ് വിത്ത് ഫ്രണ്ട്സ്. നാലാമത്തത് ഹൗ ടു ബിഹേവ് വിത്ത് എൽഡേഴ്സ്. അഞ്ചാമത്തത് ഹൗ ടു ബിഹേവ് വിത്ത് അനിമൽസ് ആൻഡ് ബേർഡ്സ്. ഹൗ ടു ബിഹേവ് വിത്ത് അനിമൽസ് ആൻഡ് ബേർഡ്സ്. പക്ഷികളുടെ കൂടെ, മൃഗങ്ങളുടെ കൂടെ എന്റെ പെരുമാറ്റം എങ്ങനെ ഇരിക്കണം? ആൻഡ് ദ ലാസ്റ്റ് വൺ, പ്രകൃതിയോട് എന്റെ പെരുമാറ്റം എന്തായിരിക്കണം? ഹൗ ടു ബിഹേവ് വിത്ത് നേച്ചർ. ദേവിശ്രീ അൺമ്യൂട്ട് ചെയ്തോളൂ. സിസ്റ്റർ ആദ്യം ഫസ്റ്റ് പോയിന്റ് പറഞ്ഞില്ലേ, ഹൗ ടു മേക്ക് ഫ്രണ്ട്സ്. അതിന് താഴെ പറഞ്ഞതെല്ലാം ആ ഹൗ ടു മേക്ക് ഫ്രണ്ട്സിന്റെ ഓരോ പോയിന്റ്സ് ആണോ? അതെ, അല്ല. ഹൗ ടു മേക്ക് ഫ്രണ്ട്സിന്റെ പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം 16 കലകളാണ്. 16 കലകളില് രണ്ടാമത്തെ കലയാണ് ഇപ്പൊ പറഞ്ഞത്, പെരുമാറ്റ കല, ബിഹേവിയർ കല. പോയിന്റ്സ് ആണ്. നമ്മൾ 2 കല ഇന്ന് ടച്ച് ചെയ്തിട്ടുള്ളൂ. ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്ന കലയുടെ സബായിട്ട് പറഞ്ഞതാണ് ആ പോയിന്റ്സ് മുഴുവനും. പിന്നെ രണ്ടാമത്തെ കലയാണ് പെരുമാറ്റ കല, ബിഹേവിയർ കല. അല്ലെങ്കിൽ അതിന്റെ കൂടെ എന്താ പറഞ്ഞേ? നന്നായിട്ട് പെരുമാറാനും സാധിക്കണം. മറ്റൊന്ന് ആരും നോട്ട് ചെയ്തിട്ടില്ല? നമ്മുടെ ഉള്ളില് പോസിറ്റിവിറ്റിയും ഗുഡ്നെസ്സും വേണം. പൊളൈറ്റ് ആയിട്ട് എല്ലാവരും സംസാരിക്കണം. അതിലുള്ളത് രണ്ടാമത്തത് എന്താ അറിയോ? ആർട്ട് ഓഫ് ബിഹേവിയർ, പെരുമാറ്റ കല അഥവാ സന്തുഷ്ടമാക്കാനുള്ള കല, മറ്റുള്ളവരെ സാറ്റിസ്ഫൈഡ് ആക്കാനുള്ള കല. അതാണ് രണ്ടാമത്തെ കല. ഈ രണ്ടാമത്തെ കലയുടെ ഉള്ളിലെ ഹോംവർക്കാണ് ഇപ്പൊ നിങ്ങൾക്ക് തന്നത്. ഹൗ ടു ബിഹേവ്. ആരോടൊക്കെ ബിഹേവ്? മക്കളെ സ്നേഹ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടോ ഹോംവർക്ക് ഗ്രൂപ്പിൽ ഇടുവോന്ന്? ഗ്രൂപ്പിൽ ഹോംവർക്ക് ഇടണോ? ഇടില്ല. സിസ്റ്റർ സൂമിൽ ഇത്രയും ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടല്ലോ. 3 times 4 times we are repeating in the Zoom platform. അപ്പൊ this is enough. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെറിയ കുട്ടികൾ ഇത്രയും സ്മാർട്ട് ആണെന്ന് വിചാരിച്ചു. എന്നിട്ട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേ? ക്യാൻ യു പുട്ട് ഇൻ ദ ഗ്രൂപ്പ്? ഗ്രൂപ്പിൽ ഇടില്ല. ഇത് തന്നെ നോട്ട് ചെയ്തെടുക്കണം. ഒന്നാമത്തെ പോയിന്റ് ആണ് ഹൗ ടു ബിഹേവ് വിത്ത് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. രണ്ടാമത്തത് വിത്ത് പേരൻസ്. മൂന്നാമത്തത് വിത്ത് ഫ്രണ്ട്സ്. നാലാമത്തത് എൽഡേഴ്സ്. അഞ്ചാമത്തത് ബേർഡ്സ് ആൻഡ് അനിമൽസ്. ആറാമത്തത് വിത്ത് നേച്ചർ. ഇതാണ് നാളേക്കുള്ള ഹോംവർക്ക്. ഇതെങ്ങനെ ചെയ്യണോ അറിയോ? ഹൗ ടു ഡു ഓരോ A4 ഷീറ്റിൽ ഓരോ വർക്ക് ചെയ്യണം നിങ്ങൾ. A4 ഷീറ്റ് കയ്യിലില്ലെങ്കിൽ വൈറ്റ് കളറിലുള്ള വലിയ പേപ്പറോ ചാർട്ട് പോലെ ചെറുതുണ്ടെങ്കിൽ നോക്കൂ, അച്ഛനോടും അമ്മയോടും പോയിട്ട് പ്രഷർ ഉണ്ടാക്കരുത് ആരും. എനിക്ക് പേജ് വേണം, പെൻസിൽ വേണം, കളർ പെന്ന് വേണം എന്നൊന്നും പോയിട്ട് പറയരുത്. വീട്ടിൽ ഏത് പെൻസിൽ ഇപ്പൊ നിങ്ങളുടെ അടുത്തുണ്ടോ, ഏത് പെൻ ഇപ്പൊ നിങ്ങളുടെ അടുത്തുണ്ടോ അത് വെച്ചിട്ട് ഡ്രോ ചെയ്യുക. ഇറ്റ്സ് ഇനഫ്. ഓക്കെ? കളർ കൊടുത്തിട്ടില്ലെങ്കിൽ നോ പ്രോബ്ലം. കയ്യിൽ ഏത് പേപ്പേഴ്സ് ആണോ നിങ്ങളുടെ കയ്യിലുള്ളത്. ഇപ്പൊ നോക്കൂ കുട്ടികളെ, നിങ്ങൾ അസൈൻമെന്റ് ഒക്കെ കഴിഞ്ഞ വർഷം ചെയ്തതൊക്കെ കയ്യിലുണ്ടാവും. അത് ആവശ്യമില്ലെങ്കിൽ പഴയതിന്റെ 1 സൈഡ് ഉണ്ടാവില്ലേ, ആ 1 സൈഡിൽ നിങ്ങൾ ഈ വർക്കൊക്കെ ചെയ്യൂരുന്നുണ്ട്. ഓക്കെ? ആ സൈഡിൽ ഒരു പേജ് എടുക്കണം. ആ പേജിൽ എന്ത് ചെയ്യണം? ഹൗ ടു ബിഹേവ് വിത്ത് പേരൻസ്. അത് ഭംഗിയായിട്ട് ഒരു പേജിൽ പേരൻസ് എഴുതിയിട്ട് അതിൽ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണം. ഞാൻ എങ്ങനെയാണ് പേരൻസിനോട് ബിഹേവ് ചെയ്യേണ്ടത് ആ ഒരു പേജിൽ. പിന്നൊരു പേജ് എടുത്തിട്ട് എന്ത് എഴുതണം? ഹൗ ടു ബിഹേവ് വിത്ത് ഫ്രണ്ട്സ്. അങ്ങനെ ആ 6 സംഭവങ്ങളും വേറെ വേറെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ? റെഡി? എല്ലാം കൂടി ഒരൊറ്റ പേജിൽ ഹോംവർക്ക് തീർക്കാൻ വേണ്ടി ചെയ്യരുത്. ഓക്കെ? ഡീറ്റെയിൽഡ് ആയിട്ട് 6 പേജിൽ എഴുതുക. എവിടെയും റെഫർ ചെയ്യരുത്. നല്ല കുട്ടികളായിട്ട് അവരവരുടെ മനസ്സിൽ നിന്ന് ചോദിക്കുക, എങ്ങനെയായിരിക്കണം എന്റെ ബിഹേവിയർ,
ഇത് ഓരോന്നിലും എങ്ങനെയായിരിക്കണം സ്വയത്തോട് ചോദിച്ചിട്ട് സൈലന്റ് ആയിരുന്നിട്ട് നിങ്ങൾ ചെയ്യണം ഈ ഹോംവർക്ക്. ഓക്കെ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നന്നായി ചെയ്യുക. എല്ലാവരും ടൈം കിട്ടുമ്പോ മെഡിറ്റേറ്റ് ചെയ്യുക. എല്ലാവർക്കും വേണ്ടിയിട്ട് പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാവരെയും പ്രതിയും ഗുഡ് വിഷസ് ഉള്ള മക്കളായിട്ടിരിക്കുക. ഓക്കെ, ബൈ. ഓം ശാന്തി. ടൈം ഉണ്ടോ നിങ്ങക്ക്? ചെറിയൊരു കാര്യം പറയട്ടെ. നിങ്ങളില്